കാലഘട്ടത്തിൽ ശക്തമായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവവൃത്തിൻ നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ മകനിൽ നിന്ന് കേൾക്കുവാൻ? ഹല്ലേലൂയ. ഓൾമോസ്റ്റ് 40-ലധികം വർഷങ്ങളുടെ ദൈവവചന പാഠവും അസാധാരണമായ ശിഷ്യത്വം. ഞാൻ കഴിഞ്ഞ ദിവസം ടെക്സസിലായിരുന്ന സമയത്ത് അവരുടെ ഇൻ്റർനാഷണൽ ബൈബിൾ ചർച്ചിൽ പോകുവാനിടയായി. എത്രയോ സിസ്റ്റമാറ്റിക്കായിട്ട് അവിടെ ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ പിതാവ് വഹിച്ചിരിക്കുന്ന നിർണായകമായ പങ്ക് കണ്ട് കർത്താവിനെ സ്തുതിപ്പാനിടയായി. സാധാരണക്കാരെ, ലെയ്മൻസിനെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ടുള്ള അധികാരം അവരിലേക്ക് കൈമാറി ഒരു തിമോത്തി ജനറേഷനെ തന്നെ എഴുന്നേൽപ്പിക്കുന്ന കാലഘട്ടത്തിൻ്റെ പിതാക്കന്മാരിൽ അനേകരെ അങ്ങനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതിലൊരുവൻ നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. We welcome you, Pastor. Praise God. Maybe you can use this. My wife and I are excited to be here this morning. ഞാനും എൻ്റെ ഭാര്യയും വളരെ അതിശയകരമായി ഇന്നിവിടെ ആയിരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നു. My wife has also brought 2 of her sisters from Bombay. എൻ്റെ ഭാര്യയുടെ 2 സഹോദരിമാരെ ഇന്ന് ഞങ്ങളുടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായി കൊണ്ടുവന്നു. As Pastor has said, we have been living in the United States for the past 45 years. ബ്രദർ പറഞ്ഞതുപോലെ 45 വർഷമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അമേരിക്കയിൽ ഞങ്ങൾ താമസത്തിലായി. And because of that, I don't dare to speak in Malayalam. 45 വർഷത്തെ തുടർമാനമായി അമേരിക്കയിലെ താമസം എൻ്റെ മലയാളത്തെ എല്ലാം മോഷ്ടിച്ചിരിക്കുകയാണ്. So I hope you will forgive me. നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. I understand Malayalam. I do speak in Malayalam. എനിക്ക് മലയാളം മനസ്സിലാവും. ഞാൻ മലയാളത്തിൽ സംസാരിക്കാറുമുണ്ട്. But today I'm not going to speak in Malayalam. ഇന്ന് നിങ്ങളെ മലയാളത്തിൽ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. We have been blessed even as we were standing outside this auditorium. ഈ ഓഡിറ്റോറിയത്തിന് പുറത്താണ് നിൽക്കുന്നതെങ്കിൽ കൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. The Spirit of God is moving mightily in our midst. പരിശുദ്ധ ആത്മാവ് വളരെ ശക്തമായി നമ്മുടെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. Mighty miracles are taking place. അത്ഭുത ശക്തിയുടെ വ്യാപാരം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Jesus Christ is the same yesterday and today and forever. അത്ഭുതം ഇവിടെ വ്യാപരിക്കുവാൻ കാര്യം യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായതുകൊണ്ടാണ്. Oh hallelujah. Can we give the Lord a hand today? കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കാമോ? Praise the Lord. Hallelujah. Hallelujah. What he has done 2000 years ago, he is doing it right now in our midst. 2013 വർഷങ്ങൾക്ക് മുമ്പ് യേശു എന്ത് ചെയ്തോ അത് തന്നെയാണ് യേശു നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്യുവാൻ പോകുന്നത്. The Bible says the blind will see, the lame will walk and the dead will be raised. വചനം പറയുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ എഴുന്നേൽക്കുന്നു. ഇതാകുന്നു ആ സമയം. This was happening in the early church. ഇത് ആയിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. This should be the ordinary order of the church today. ഇന്നും ഇതായിരിക്കണം സഭയിലെ സാധാരണ നിലയിൽ സംഭവിക്കേണ്ടത്. But I'm sorry the church has lost its vision. എന്നാൽ വളരെ ദുഃഖകരമായി ഓർപ്പിക്കട്ടെ, സഭ ഇന്ന് ദർശനത്തിൽ നിന്ന് പുറകിലേക്ക് പോയി. The church has lost its authority. സഭ അധികാരം നഷ്ടപ്പെടുത്തി കളഞ്ഞു. But today we need to realize our authority in Jesus Christ. ഇന്ന് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച അധികാരത്തിന്റെ തിരിച്ചറിവ് അതിൽ പ്രയോജനപ്പെടുവാൻ നമ്മെ സഹായിക്കുകയാണ്. And the verse has already been given. I just want to give you the reference and I want to read it in English. എനിക്ക് നിങ്ങൾക്കായി നൽകപ്പെട്ടിരിക്കുന്ന വചനത്തെ വേഗത്തിൽ പറയുവാൻ ആശയുണ്ട്. ഞാൻ അതിന്റെ റെഫറൻസ് ഇപ്പോൾ പറയുവാനായി പോകുന്നു. Luke 10:19 says, "Behold, I give you authority to tread upon serpents and scorpions and over all the authority of the enemy, and nothing shall by any means hurt you." ലൂക്കോസ് 10:17 പറയുന്നു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തരുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. How many of you believe this authority is yours? നിങ്ങൾക്ക് ഈ അധികാരമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah, praise the Lord. That's what I want to let you know. This authority is for every believer. ഈ അധികാരം ചിലരുടെ മേലല്ല, വിശ്വസിക്കുന്ന എല്ലാവരുടെ വിശ്വാസികളുടെ മേലുമാണെന്ന് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When you pray for people, others, even if you are a layman, they shall recover, they shall be healed. നിങ്ങൾ ഒരു സാധാരണക്കാരായിരിക്കാം, പക്ഷെ നിങ്ങൾ കൈവെക്കുമ്പോഴും അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഉണ്ടാകും. കാരണം യേശു നിങ്ങൾക്ക് നൽകിയ അധികാരമാണ്. All we need to do is realize and accept the word of God this morning. ആകെപ്പാടെ നിങ്ങളുടെ ഭാഗത്തുണ്ടാകേണ്ട പ്രതികരണം ഇതാണ്: തിരിച്ചറിയുക, അധികാരത്തെ ഉപയോഗിക്കുക. Hallelujah, praise the Lord. You're going to see miracles in your own life. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുവാനായി. Because the Bible says you will lay the hands on the sick and they shall recover.
നിങ്ങളോട് വചനം ഇങ്ങനെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കും, അവരത് നിമിത്തം സൗഖ്യമാകും. Amen. Praise the Lord. Hallelujah. You can do that. Hallelujah. Praise the Lord. അത് ചെയ്യുവാനായിട്ട് You don't have to wait for the pastors. നിങ്ങൾ ഒരു ശുശ്രൂഷകന് വേണ്ടി, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട You ആവശ്യമില്ല. don't have to wait for the ministers. നിങ്ങൾ ശുശ്രൂഷകർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. This authority is yours today. നിങ്ങളുടേതാണ് ഇന്ന് ഈ അധികാരം. കരമടിച്ച അധികാരത്തിനായിട്ട് നന്ദി Hallelujah. പറയാം. Praise the Lord. The Bible says he gives you authority to tread on serpents. വചനം 10:17 വ്യക്തമായി പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവിധത്തെയും ചവിട്ടുവാൻ യേശു We നിങ്ങൾക്ക് are അധികാരം. talking about the old serpent who deceived Adam and Eve. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് മാനവരാശിയെ ചതിച്ച് ചതിയിൽ വീഴിച്ച പഴയ പാമ്പിന്റെ മേൽ നമുക്കുള്ള But അധികാരമാണ്. I want you to know you don't have to be afraid of the devil. ഇന്ന് നിങ്ങൾക്ക് സാത്താൻ എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. How many people are afraid of the devil? ഇന്ന് എത്ര പേര് ഇവിടെ സാത്താനെ ഭയന്ന് വന്നിട്ടുണ്ട്? Say devil has some power but he does not have all the power. നിങ്ങൾ ഓർക്കണമേ, പിശാചിന് ശക്തി ഉണ്ടാകാം, പക്ഷേ എല്ലാ ശക്തിയും സാത്താനില്ല. One day a man was watching devil crying. ഒരു ദിവസം ഒരു മനുഷ്യൻ പിശാച് കരയുന്നതായി കണ്ടു. His tears were rolling down his cheeks. പിശാചിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. And asked why he was weeping. പിശാചിനോട് ചോദിച്ചു, എന്താണ് നീ കരയുന്നത്? He said, I get blamed for everything. എനിക്ക് പിശാച് ഇങ്ങനെ മറുപടി പറഞ്ഞു, എനിക്ക് എല്ലാത്തിനും ആൾക്കാരെ ബ്ലെയിം ചെയ്യുവാനായിട്ട് കഴിയും. I have not done that. ഞാൻ ഇതുവരെ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So don't be afraid of the devil. ഒരിക്കലും നിങ്ങൾ സാത്താനെ ഭയക്കരുത്. The devil is under our feet. Hallelujah. Praise the Lord. നിങ്ങളുടെ കാൽ കീഴിലാണ്. അവന് നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ അധികാരമില്ല. Hallelujah. Praise the Lord. Hallelujah. The Bible says he has given you authority over the serpent, which is the devil. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് യേശു അധികാരം തന്നിരിക്കുന്നു. ആ അധികാരം സാത്താന്യ അധികാരത്തിന്റെ മേലാണ്, പാമ്പുകളുടെ മേലാണ്. And then also it is talking about the scorpions. അവിടെ പാമ്പിനോടൊപ്പം തന്നെ തേളിന്റെ കാര്യവും പറയുന്നു. The scorpions are the demons. ഇവിടെ സ്കോർപിയൻസ് അഥവാ തേളെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നു പൈശാചികങ്ങളാണ്. And demons can cause a lot of havoc. ഓരോ കാര്യങ്ങൾ പിശാചുക്കൾക്ക് ചെയ്യുവാനായിട്ട് കഴിയും. And he says he has power. You are given power over the demons. യേശു വ്യക്തമായി പറയുന്നു, പൈശാചികളുടെ മേൽ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. The scorpions can sting. You will have pain for a long time. തേൾ ആരെങ്കിലും കുത്തിയാൽ ആ കുത്തുന്ന വ്യക്തി, കുത്തുകൊള്ളുന്ന വ്യക്തിക്ക് കുറേ സമയത്തേക്ക് വേദന ഉണ്ടാകും. Today you are going through some pain in your life. ഇന്നൊരു പക്ഷേ അതുപോലുള്ള ചില വേദനകളിലൂടെ ആയിരിക്കും നിങ്ങൾ There are കടന്നു some പോകുന്നത്. people who wish they were dead. ഇന്ന് മരണകരമായ വേദന അനുഭവിക്കുന്നവരുടെ ഉണ്ടായേക്കാം. Oh devil, the demons can give you a pain in your body. നിങ്ങളുടെ ശരീരത്തെ ഒരു പക്ഷേ ദണ്ഡിപ്പിക്കാനും വേദനിപ്പിക്കാനും സാത്താൻ You have been കഴിയും. suffering for the past 10 years. 10 വർഷം കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ ബുദ്ധിമുട്ടിയേക്കാം. But today you have authority to cast out demons from your life. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് അധികാരം യേശു തന്നിരിക്കുകയാണ്. 10 വർഷമായി നിങ്ങളെ ഉപദ്രവിക്കുന്നതിനെ ചവിട്ടുവാനുള്ള അധികാരം. Hallelujah. Praise the Lord. Hallelujah. And then it says over all the enemy. പിന്നെ ആ വചനം ഇങ്ങനെയാ പറയുന്നത്, എല്ലാ പൈശാചിക ഉപദ്രവങ്ങളുടെ മേലും. How many of you are facing enemies in your life? എത്ര പേർ ശത്രുത എത്ര പേർ You have ജീവിതത്തിൽ enemies in your life. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുത അനുഭവിക്കുന്ന They എത്ര are പേർ? hindering your progress. നിങ്ങളുടെ വളർച്ചയെ തടയുന്ന ശത്രുക്കൾ. Oh, they are even doing witchcraft against you. നിങ്ങൾക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നവർ. They want to see you destroyed. നിങ്ങൾ തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നവർ. But today you have victory in the name of Jesus. പക്ഷേ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, നിങ്ങൾ തകരുകയില്ല. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയമുണ്ട്. Amen. Praise the Lord. No devil has power over you. നിങ്ങളുടെ മേൽ ഒരു പിശാചിനും അധികാരമില്ല. Because you have more power than the devil. നിങ്ങൾക്കാണ് പിശാചിന്റെ മേൽ അധികാരം. How many of you believe that this morning? എത്ര പേർ അത് വിശ്വസിക്കുന്നവർ Oh, കരമടിച്ചുകൊണ്ട് clap your hands and praise the Lord. കരമടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. Hallelujah. I want to show you how Jesus has given you authority. എങ്ങനെയാണ് ഈ അധികാരം നിങ്ങൾക്ക് തന്നതെന്ന് വിസ്താര ഭയത്തിൽ വേഗത്തിൽ വിശദീകരിക്കുന്നു. You have authority as a child of God. നിങ്ങൾക്ക് ഈ അധികാരം തന്നിരിക്കുന്നത് ദൈവ മകൻ എന്ന പദവിയിൽ നിന്നുകൊണ്ടാണ്. How many of you are children of God? എത്ര ദൈവ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്? Hallelujah. Praise the Lord. You have that authority. ദൈവ മക്കളായ നിങ്ങൾക്കാണ് അധികാരമുള്ളത്. When John Kennedy was the president of the United States, ജോൺ കെന്നഡി എന്ന് പറയുന്നയാള് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, and his small son used to go to his office. തുടർമാനമായി അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോകാറുണ്ടായി. A couple of years ago I wanted to go to Washington and visit the White House.
വൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യുവാനായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാഷിംഗ്ടണിൽ പോയപ്പോൾ, but they denied my access there. They said, you cannot go in now, you have to apply a year in advance. ഒരു വർഷം മുമ്പേ ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വൈറ്റ് ഹൗസിൽ പ്രവേശിക്കാൻ But this കഴിയുള്ളൂ എന്ന് little പറഞ്ഞ് boy John was, എന്റെ അപേക്ഷ അവർ നിരസിച്ചു. but this little boy was able to go there at will, anytime. He did not need the permission. ഹല്ലേലൂയ. ജോൺ എഫ് കെന്നഡിയുടെ മകൻ ഒരിക്കൽ പോലും അപേക്ഷ നിരസിച്ച് വൈറ്റ് ഹൗസിൽ പോകുന്നതിന് തടസ്സം ഉണ്ടായിരുന്നില്ല, കാരണം അവൻ പ്രസിഡന്റിന്റെ മകനായിരുന്നു. Oh, you are the king, son of the great king. പല Hallelujah. പ്രാവശ്യം ഇദ്ദേഹത്തിന് അപേക്ഷ നിരസിച്ചു. ഇദ്ദേഹം വെറുതെക്കാരനാ, എന്നാൽ എപ്പോഴും ആ മകൻ ഓടിക്കയറാറുണ്ട്, കാരണം അവൻ മകനാണ്. Hallelujah. Praise the Lord. Hallelujah. You are the daughter of the Most High. നിങ്ങൾ ദൈവത്തിന്റെ ഉന്നതനായ ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. By the right of your relationship to Jesus Christ, you have the authority. യേശുവുമായിട്ടുള്ള ബന്ധത്തിലാണ് നിങ്ങൾ ഈ അധികാരത്തെ ഉപയോഗിക്കുന്നത്. When my children come to the house, എന്റെ മക്കൾ വീട്ടിലേക്ക് വരാറുണ്ട്. if they are hungry, അവർ വിശന്നിരിക്കുകയാണെങ്കിൽ they are not going to get my permission to go to the kitchen. അവർ കിച്ചണിലേക്ക് പോകാൻ എന്റെ അനുവാദത്തിനായി കാത്തിരിക്കാറില്ല. Oh, they go and open the refrigerator. അവർ പോയി ഫ്രിഡ്ജ് തുറക്കാറുണ്ട്. They will eat anything that they can find. അവർ കാണുന്ന എല്ലാം എടുത്ത് തിന്നാറുണ്ട്. That is the kind of authority you have. അതുപോലെ ഒരു അധികാരമാണ് നിങ്ങൾക്ക്. Oh, how many of you can walk into the, oh hallelujah, throne room of the Lord Jesus Christ, the Father? യേശുവിന്റെ നിക്ഷേപ മുറിയിലേക്ക് ഏത് സമയത്തും ഓടിക്കയറാൻ കഴിയുന്ന തിരിച്ചറിവ് പ്രാപിച്ച എത്ര Oh, hallelujah, praise the Lord. That is the authority that Jesus has given you. യേശു നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം അതാണ്. Oh, children have special privileges. മക്കൾക്ക്, പ്രിയ മക്കൾക്ക് വിശേഷാവകാശങ്ങളുണ്ട്. When the Canaanite woman came to Jesus കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ for the deliverance of her child, അവളുടെ മകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ Jesus said healing is for the children. യേശു പറഞ്ഞു മക്കൾക്കാണ് അത്ഭുതമുള്ളത്. But then of course she argued with Jesus and got her healing for her daughter. കനാന്യ സ്ത്രീയുടെ ഉദാഹരണം അറിയാവുന്നവർക്കറിയാം. അവൾ യേശുവിനോട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു, എന്റെ മകളെ സൗഖ്യമാക്കിയേ പറ്റുകയുള്ളൂ എന്നും അവൾ ഒടുവിൽ സൗഖ്യം പ്രാപിക്കുവാനിടെ അവളുടെ മകൾ സൗഖ്യമാകും. What I am saying is that you have special privilege. ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത് ഇതാണ്, മക്കളായപ്പോൾ നിങ്ങൾ പ്രിയ അവകാശത്തിലേക്കാണ് കയറിയിരിക്കുന്നത്. Oh, how many of you can say that? I am privileged, hallelujah, because I am the child of the Most High. ഞാൻ ദൈവ പൈതലായതിൽ എനിക്ക് പദവി ലഭിച്ചിരിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ താല്പര്യമുണ്ട്? Hallelujah. You don't have to wait outside. നിങ്ങൾ പുറത്ത് കാത്തു നിൽക്കേണ്ടവരല്ല. You can walk right into the throne room of God. നിങ്ങൾ Hallelujah. കൃപയുടെ സിംഹാസനത്തിലേക്ക് ഓടിച്ചെല്ലുക. Oh, how many of you will go into the mighty presence of the Lord today? എത്ര പേർ ഇന്ന് ആ അത്ഭുതവഹമായ ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെല്ലുവാൻ You don't താല്പര്യപ്പെടുന്നു? have to wait any longer. നിങ്ങൾ ഇനി വാത്തിരിക്കേണ്ട It ആവശ്യമില്ല. is yours today, this അവൻ ഇന്ന് morning. രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. Hallelujah. Reach out and receive it. അവൻ വേഗത്തിൽ നിങ്ങൾ അവനിൽ നിന്ന് പ്രാപിച്ചാട്ടെ. Yeah, praise the Lord. Hallelujah. Whatever you need is, as a child of God, you have the authority. എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ദൈവ മകൻ എന്ന പദവിയിൽ അത് മുഴുവൻ അപ്പൻ മകന് തന്നിരിക്കുന്നു, Oh, not നൽകപ്പെട്ടിരിക്കുന്നു. only that, we are seated with Christ on high. Hallelujah. അത് മാത്രമല്ല ഉന്നതനായ ദൈവത്തിന്റെ മടിയിൽ ഇരുത്തപ്പെട്ടവരാണ് നാം. Oh, how many of you believe you are seated with Christ on high? എത്ര പേർ വിശ്വസിക്കുന്നു ഉന്നതനായ ദൈവത്തിന്റെ മടിയിൽ ഇരുത്തപ്പെട്ട ആളാണ് ഞാൻ? ആ കരമൊന്ന് അടിച്ച് അങ്ങനെ വിശ്വസിക്കുന്നവരെന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Don't say I am a worm, I am nothing, I am a sinner. Do not confess that. വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കരുത്, ഞാൻ കൃമിയാ പുഴുവാ, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. Oh, you are the child of the Most High God. നിങ്ങൾ ഉന്നതനായ ദൈവത്തിന്റെ Oh, you have access into everything that God has. നിങ്ങൾക്ക് അപ്പനുള്ള സകലത്തിലേക്കും ബന്ധം ലഭിച്ചവരാണ്. Healing is yours today. സൗഖ്യം നിങ്ങളുടേതാണ്. Miracle is yours today. അത്ഭുതം നിങ്ങളുടേതാണ്. Success is yours today. നിങ്ങളുടേതാണ് സകല വിടുതലുകളും. Finances are yours today. സാമ്പത്തിക ഉദ്ധാരണം നിങ്ങളുടേതാണ്. Because He owns everything. കാരണം സകല ആവശ്യങ്ങൾക്കും അവൻ മതിയായ. You are joined there with Jesus Christ. നിങ്ങൾ യേശുവിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. Hallelujah. How many of you are claiming it this morning? എത്ര പേര് ഇത് ക്ലെയിം ചെയ്യുവാൻ വിളിച്ചു പറയാൻ? Hallelujah. You don't have to be weeping. You don't have to be suffering. Just receive it because it is yours. യാചിച്ചുകൊണ്ടും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല, വായി തുറന്ന് വിളിച്ചു പറഞ്ഞ് സ്വീകരിക്കാൻ നോക്ക്. Oh, today is everything that you need is yours because He is a rich God. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ അവിടെ അപ്പന്റെ കയ്യിലുണ്ട്. കാരണം ധനവും പുരാതന സമ്പത്തും ഉള്ള ആളാണ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. Hallelujah. Praise the Lord.
Just walk into his treasury. Just walk into the prosperity that he has. നിങ്ങൾ അവന്റെ അഭിവൃദ്ധിയിലേക്ക്, അവന്റെ ഉന്നതിയിലേക്ക് ചുമ്മാ നടന്ന് Hallelujah. Just walk into it. Hallelujah. ഇപ്പോൾ തന്നെ അത് ചെയ്താട്ടെ. Praise the Lord. In the name of Jesus. Hallelujah. Secondly, you have authority which is delegated to you. നിങ്ങൾക്ക് വേണ്ടി മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന അധികാരമാണ് രണ്ടാമത് നിങ്ങൾക്കായി And ലഭിക്കപ്പെട്ടിരിക്കുന്നത്. I remember a young woman who was a policewoman in the city of Houston. ഹ്യൂസ്റ്റണിലുള്ള ഒരു യൗവനക്കാരിയായ പോലീസുകാരിയെ ഞാൻ ഓർക്കുന്നു. And she was a very tiny woman. She was not very big. അവൾ വളരെ ടൈനി ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. And she was a black woman. അവൾ ഒരു കറമ്പിയായിരുന്നു. But she has something different on her. അവളിൽ എന്തോ വ്യത്യസ്തമായത് ഞാൻ കണ്ടിട്ടുണ്ട്. She had the uniform of the police on her. അവൾ വളരെ മെല്ലിച്ചായിരിക്കുന്നെങ്കിലും അവൾ മിക്കവാറും ധരിക്കുന്നത് പോലീസിന്റെ യൂണിഫോമാണ്. There was a badge on her. What? A badge. Okay. അവൾ എപ്പോഴും അവളുടെ പോലീസ് യൂണിഫോമിൽ ഒരു ബാഡ്ജ് ധരിക്കാറുണ്ട്. And she would stand right in the middle of the fork and she would give directions. Okay, നടു റോഡിൽ നിന്ന് മെല്ലിച്ചിരിക്കുന്ന ഈ സ്ത്രീ ഒരു യൂണിഫോമും ഒരു ബാഡ്ജും വെച്ച് വാഹനങ്ങളെ നിയന്ത്രിക്കുന്ന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. And Mercedes-Benz 600 will come, they will stop. 600ന്റെ Mercedes Benz ഇങ്ങോട്ട് പാഞ്ഞു വരുമ്പോഴും മെല്ലിച്ച് സ്ഥൂലിച്ചിരിക്കുന്ന ആ പാവം കറമ്പി പെൺകൊച്ചിന്റെ കൈ നീട്ടുമ്പോൾ അവിടെ നിൽക്കാറുണ്ട്. The truck will come, but she will show her hand and they will have to stop. വലിയ ട്രക്ക് ലോറിയൊക്കെ വരുമ്പോഴും സ്ഥൂലിച്ചിരിക്കുന്ന ആ പെൺകൊച്ച് കരമുയർത്തി നിർത്തി അവനെ എല്ലാം പറഞ്ഞ് അവിടെ നിർത്താറുണ്ട്. Big stout people will come with big mustache and they will have to stop there. വലിയ ബലവാന്മാരും വലിയ മിടുക്കന്മാരും ഒക്കെ വരും വലിയ മീശയൊക്കെ വെച്ചോണ്ട് എന്നിട്ടും അവർ ഈ അധികാരത്തിന് മുമ്പിൽ അവിടെ നിൽക്കാറുണ്ട്. All have to stop in front of this tiny little woman. ഈ സ്ഥൂലിച്ചിരിക്കുന്ന കറമ്പി പെണ്ണിന്റെ മുമ്പിൽ സകല പുള്ളികളും വന്ന് നിന്നേ പറ്റൂ. Do you know the reason why? എന്നാന്നറിയാമോ അതിന് കാരണം? She has delegated authority from the state of Texas. അവൾ അമേരിക്കയുടെ ടെക്സസ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ നിയമിതയായ പോലീസ് അധികാരിയാണ്. Oh, hallelujah, praise the Lord. You have been delegated with authority from on high. നിങ്ങൾ ഉയരത്തിൽ നിന്ന് അധികാരത്താൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. Oh, how many of you receive that today? എത്ര പേർ അത് സ്വീകരിക്കുവാൻ How many of you താല്പര്യപ്പെടുന്നു? recognize that today? എത്ര പേർ അത് തിരിച്ചറിയുന്നുണ്ട്? It does not matter how big you are or how small you are or how much money you have in the bank. നിങ്ങൾക്ക് ബാങ്കിൽ എത്ര രൂപയുണ്ട്, നിങ്ങൾ എത്ര വലിയ ആളാ, നിങ്ങൾ എത്ര ചെറിയ ആളാ, ഇതൊന്നും അല്ല പ്രശ്നം. നിങ്ങൾ അധികാരത്തിന് വേണ്ടി None of നിയോഗിക്കപ്പെട്ടവരാണ്. this matters, but Jesus has given you authority. Hallelujah. ഇതൊന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നതല്ല. നിങ്ങൾ അധികാരം ഉപയോഗിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. Jesus said, I have all the authority. യേശു പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. And that authority I give it to you. ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. Oh, hallelujah. You have the authority. നിങ്ങൾക്ക് ആ അധികാരമുണ്ട്. You have authority to stop demons. നിങ്ങൾക്ക് സാധാന്യ ദുരാത്മാക്കളെ ശാസിക്കുവാനും നിർത്തുവാൻ You have authority to stop devil. നിങ്ങൾക്ക് പിശാചുക്കളെ നിർത്തുവാൻ കഴിയും. Oh, that authority is given to you. സകല അധികാരവും നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. Hallelujah. കരമടിച്ചൊന്ന് Oh, hallelujah. Give the Lord a hand this morning. Oh, what a revelation of the word of God. എന്തോ വചനത്തിന്റെ വെളിപ്പാടാണ് ദൈവം തുറക്കുന്നത്. Hallelujah. When he is with you, യേശു നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ you don't have to be afraid. നിങ്ങൾക്ക് ഭയപ്പെടേണ്ട Because കാര്യമില്ല. he said, I am with you till the end of the ages. Hallelujah. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തിനാ പേടിക്കുന്നത്? Some of you are saying, I'm alone. I don't have anybody. Oh, I have problems. Nobody cares about me. ആരോ പറയുന്നു എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടി കരുതാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. Oh, but Jesus said, I will be with you till the end of the ages. യേശു ഇന്ന് തൊട്ട് പറയുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. Oh, can you praise the Lord? കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? Hallelujah. You are not alone. നിങ്ങൾ അധികാരത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. Because his presence is with you, you don't have to be afraid. നിങ്ങൾ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. I remember the story of a young boy. ഞാനൊരു യൗവനക്കാരന്റെ കഥ ഓർക്കുന്നു. And he was a very small boy. ചെറിയ ഒരു കൊച്ചൻ. And there was a person called Bully. That means he wanted to fight with everybody.
അവിടെ വേറൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ശീലമുണ്ട്. Because he was bigger than all of them. അവരെക്കാട്ടിലൊക്കെ മിടുക്കനായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വലിയ മനുഷ്യൻ. അതുകൊണ്ട് അവൻ ആരെ കണ്ടാലും ഒരു വഴക്കുണ്ടാക്കുന്ന ശീലമുണ്ട്. This little boy was always coming home crying and complaining because he was very weak. He could not face this big boy. ഈ വലിയ തടിയൻ ചെറുക്കനെ ആർക്കും തൊടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കൊച്ചൻ എപ്പോഴും വന്ന് കംപ്ലൈന്റ് പറയൂ, എന്റെ സ്കൂളിൽ ഒരുത്തനുണ്ട്, അവൻ ഇച്ചിരി തടിയൻ, അവൻ എപ്പോഴും എന്നെ ഉപദ്രവമാണ്. So he said, I don't want to go to school. അവൻ അവസാനം പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ഇനി സ്കൂളിൽ പോകുന്നില്ല. And daddy said, I'm going to go with you today. അവന്റെ ഡാഡി അവനോട് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്റെ കൂടെ വരികയാണ്. And then daddy was hiding under a bush. He was hiding under a bush tree. Okay. ഡാഡി അവന്റെ കൂടെ സ്കൂളിൽ പോയി ഒരു മരത്തിന്റെ ചോട്ടിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. And this boy was standing there, and here comes that bully, the big boy who wanted to fight with him. Okay. അപ്പൻ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് കൊച്ചു പയ്യന്റെ അടുക്കിലേക്ക് അവനെ സ്ഥിരമായി ഉപദ്രവിക്കുന്നവൻ ഇപ്പോൾ മുമ്പിട്ട് വരികയാണ്. And he was coming to fight with him. അവനുമായി യുദ്ധം ചെയ്യുവാനായി വഴക്കുണ്ടാക്കാൻ. And this little boy said, come on boy. ഈ യൗവനക്കാരൻ ഈ കൊച്ചു ചെറുക്കൻ എന്നും കേട്ട് പേടിച്ച് ഓടുന്നവൻ ഇന്ന് തന്റെ ഇടത്തോടെ നെഞ്ചും തെറ്റി വിരിച്ചു, come on boy, ഇങ്ങോട്ട് വാടാ എന്ന് വിളിക്കുകയാണ്. And he challenged him. ആ ചെറിയ ചെറുക്കൻ നരന്നു പോയിരിക്കുന്ന വലിയ തടിയനെ ചാലഞ്ച്, ഇങ്ങോട്ട് വാടാ. And then slowly the father got up and appeared. അവിടെ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ, ഒളിഞ്ഞിരുന്ന ഈ പയ്യൻ അടുത്ത് വരുന്ന സമയത്ത് ഒളിഞ്ഞിരുന്ന അപ്പൻ വെളിപ്പെട്ട മകന്റെ മുമ്പിൽ നെയ്പ്പാൻ. As soon as he saw the father, he ran away. There was no more fight. ചെറിയ ചെറുക്കന്റെ വലിയ അപ്പനെ കണ്ടപ്പോ നിങ്ങൾ മിണ്ടുന്നില്ല. ചെറിയ ചെറുക്കന്റെ വലിയ അപ്പനെ കണ്ടപ്പോ തടിയൻ ചെറുക്കൻ ഓടി വീട്ടിൽ കയറി. Hallelujah, he's with you. അവൻ നിന്റെ കൂടെ ഉണ്ട്. Jesus is with you. Hallelujah. യേശു നിന്റെ കൂടെ ഉണ്ട്. How many of you are afraid today? എത്ര പേര് ഇന്ന് ഭാരപ്പെട്ട് ഭയപ്പെട്ട് വന്നിരിക്കുന്നു? And several have come here with burden on your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരവുമായിട്ട് എത്ര പേർ വന്നിരിക്കുന്നു? I want you to know that Jesus is with you. ഓ, യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യമായി വിശ്വസിക്കുക, ചെയ്യുക. Believe he's with you. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, he said, I will never leave you nor forsake you. ഞാൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. Oh, that means never he will leave you. ഒരിക്കലും. Hallelujah. അപ്പനായിട്ടൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. Hallelujah. ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. Whatever situation you are going through, എന്തായിക്കോട്ടെ നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ, oh, sorrow, pain, sickness, വേദന, ദുഃഖം, രോഗം, in all of this situation, Jesus is with you. ഈ ഘട്ടങ്ങളിലെല്ലാം മതിയായവനായിട്ട് യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. Hallelujah. Praise the Lord. Hallelujah. So don't be afraid today. ഇന്ന് ഭയപ്പെട്ടിരിക്കേണ്ട ദിവസമല്ല. And then of course we can see the authority is given to you in the name of Jesus. നാലാമതായി നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഈ അധികാരം നിങ്ങൾക്ക് തന്നിരിക്കുന്ന യേശുവിന്റെ നാമത്തിലാണ്. There is power in the name of Jesus. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. The very name of Jesus has power. യേശുവിന്റെ നാമത്തിന് യേശുവിന്റെ നാമത്തിന് മാത്രമേ ശക്തിയുള്ളൂ. Just utter the word of Jesus. യേശുവിന്റെ നാമം നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ, because he is the one who created the universe. സകല ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ചവന്റെ നാമമാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. We read in Acts chapter 3, Peter and John were going to the temple. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയാണ്. And there was a man sitting begging alms for the poor. Alms for the poor. അവിടെ മുടന്തനായ മനുഷ്യൻ വഴിയരികിൽ ഇരുന്നു കൊണ്ട് സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഗോപുരത്തിൽ ഇരുന്നു കൊണ്ട് യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. And he was lame from mother's womb. He was born. അമ്മയുടെ ഉദരത്തിൽ മുതൽ ഇവൻ മുടന്തനാണ്. But he was sitting there and begging. അവൻ അവിടെ ഇരുന്ന് യാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ, and Peter said, silver and gold have I none, but in the name of Jesus rise up and walk. 3-ാം അധ്യായത്തിൽ പത്രോസ് അവനെ നോക്കി പറഞ്ഞു, ഞങ്ങളെ സൂക്ഷിച്ചു നോക്കുക, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നടക്കാം. The name of Jesus which is above every name. യേശുവിന്റെ നാമം എല്ലാ നാമത്തെക്കാളും വലിയ നാമമാണ്. Oh hallelujah, every knee shall bow and every tongue shall confess that Jesus ഏറ്റുപാടുകയും എല്ലാം മുട്ടും മടങ്ങുകയും ചെയ്യുന്ന 9 നാമമില്ല, ഒരൊറ്റ നാമമേ ഉള്ളൂ. ആ നാമത്തെ എടുക്കട്ടെ, യേശു. Oh, learn to use the name of Jesus. യേശുവിന്റെ നാമത്തെ ഉപയോഗിച്ചാട്ടെ. The moment you use the name of Jesus, deliverance will happen. യേശുവിന്റെ നാമത്തെ ഉപയോഗിക്കുന്ന ആ നിമിഷം തന്നെ വിടുതലുകൾ നിങ്ങൾ കാണുവാൻ തുടങ്ങും. The devil is afraid of the name of Jesus. സാത്താൻ ഭയക്കുന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. Oh, the man in Gadara who was possessed with over
2,000 demons were afraid of Jesus. Hallelujah. ഗദരേന്യരുടെ ദേശത്ത് വസ്ത്രം പോലും ധരിക്കാതെ അനേകായിരം ദുരാത്മാക്കളെ കൊണ്ട് ജീവിതം മുടിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ യേശുവിന്റെ നാമം കേട്ടപ്പോൾ തകർന്നവനായി വരുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? He began to tremble at the name of Jesus. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ 6000 ഭൂതങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. Oh, that is the power of the name of Jesus. അതാണ് യേശുവിന്റെ നാമത്തിന്റെ ശക്തി. Can you say praise the Lord? യേശുവിന്റെ നാമത്തിന് ഒരു പ്രൈസ് ദി ലോർഡ് പറഞ്ഞാട്ടെ. You have the name of Jesus. നിങ്ങൾക്ക് ആ നാമത്തിന്റെ ശക്തിയുണ്ട്. One day we were called in to pray for a young boy. ഞങ്ങൾ ഒരു യൗവനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഒരിക്കൽ വിളിക്കുമ്പോൾ He was only 20 or 21 years of age. 20 21 വയസ്സ് തികച്ചില്ലാത്ത ഒരു പയ്യൻ. He was possessed with demons. അവൻ പിശാച് ബാധിതനായിരുന്നു. And he wanted to kill his parents. അവൻ അവന്റെ അപ്പനെയും അമ്മയും കൊല്ലുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. And he was tiny boy, but he had so much strength. അവൻ വളരെ മെലിഞ്ഞ് സ്ഥൂലിച്ചിരിക്കുന്നവനാണ്, പക്ഷെ അവന് ഭയങ്കര ആരോഗ്യമാണ്. And he could lift up a sofa with the people on it. ആർക്കും എടുക്കാൻ പറ്റാത്ത സോഫ പോലും ശക്തി വരുന്ന സമയത്ത് ഇവൻ ഒറ്റയ്ക്ക് എടുത്ത് പോക്കി. And when we went there, he was all upset, and we said, in the name of Jesus, come out. ഇത്ര അധികാരമുള്ള ഇവൻ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ആകെ അസ്വസ്ഥനായി. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവനെ നോക്കി പറഞ്ഞു, പുറത്തു വരിക. Oh, he said, I'm not going to go. He said, I'm not going to go. അവൻ പറഞ്ഞ വാക്ക് ഇതാണ്, ഞാൻ പോകാനൊന്നും പോകുന്നില്ല. And he said, he wanted to fight with me. അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. And so he was moving towards me. അവൻ ഞാനുമായി വഴക്കുണ്ടാക്കാൻ, ഞാനുമായി യുദ്ധം ചെയ്യുവാൻ എന്റെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ, and I said, in 5 minutes you will have to leave. ഞാൻ അതേ നോക്കി ഇങ്ങനെ പറഞ്ഞു, 5 നിമിഷത്തിനകത്ത് ഈ ശരീരത്തിൽ നിന്ന് വിട്ടു പോകാൻ പോകുകയാണ്. And so he took a clock. അവൻ ഒരു ക്ലോക്ക് കയ്യിലെടുത്തു. And he began to look at it, and he began to mock at me. അവൻ ആ 5 നിമിഷം നോക്കിക്കൊണ്ട് എന്നെ വല്ലാതെ കളിയാക്കുവാനിടയായി. And he began to laugh. അവൻ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. And then it was about 3 minutes. 3 നിമിഷം ആ ക്ലോക്കിൽ പൂർത്തിയായപ്പോൾ nothing happened. ഒന്നും സംഭവിച്ചില്ല. 2 minutes. 2 മിനിറ്റ് കഴിഞ്ഞു. nothing happened. ഒന്നും സംഭവിച്ചില്ല. And it was about 1 minute. 1 മിനിറ്റ് കൂടെ ബാക്കിയുള്ള സമയത്ത് and he was thrown out onto the floor. അവന്റെ ശരീരത്തെ വലിച്ച് തറയിലേക്ക് അവൻ തന്നെ വലിച്ചെറിഞ്ഞു. And he began to foam in his mouth. അവൻ തന്നെ അവന്റെ വായിൽ നിന്ന് പതയും പുറത്തു കൊണ്ടിരുന്നു. And in a few minutes he was set free. ആ അടുത്ത ചില മിനിറ്റുകൾക്കകത്ത് അവൻ സ്വതന്ത്രനായി. Hallelujah. Praise the Lord. Oh, the name of Jesus has power. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. Oh, if somebody is suffering from demon possession or the attack from the demon, today is the day of deliverance. ഇന്നാകുന്നു പൈശാചിക ഉപദ്രവത്തിലും ഭയത്തിന്റെ നിഴലിലുമായിരിക്കുന്നവരെ നിങ്ങളുടെ വിടുതലിന്റെ സമയം. കരമടിച്ച് യേശുവിന് നന്ദി പറയുക. നിങ്ങളുടെ മേൽ നിന്ന് പൈശാചിക ഉപദ്രവങ്ങൾ വിട്ടുമാറുകയാണ്. Hallelujah. Right now they are leaving. ഇപ്പോൾ തന്നെ അത് വിട്ടുമാറിക്കൊണ്ടിരിക്കുകയാണ്. Right now they are leaving. Hallelujah. സ്തുതിക്കാൻ തുടങ്ങുക. Right now they are leaving. Hallelujah. അതിപ്പോൾ തന്നെ വിട്ടുമാറാൻ പോകുകയാണ്. Oh, rabba shataka rabba. Just praise God. Hallelujah. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ തുടങ്ങുക. Oh, right now they are leaving. Hallelujah. In the name of ഓരോന്നായി വിട്ടുമാറാൻ തുടങ്ങുകയാണ്. Oh, right now. Right now. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ demonic forces are leaving. യേശുവിന്റെ നാമത്തിൽ ദുരാത്മാക്കൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. Deliverance is happening right now. അത്ഭുത വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Oh, there is healing right now. അതിപ്പോൾ തന്നെ വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു. Oh, rabba shataka rabba shandala. Just praise him. Praise him, church. കരമടിച്ചവന്റെ നാമത്തെ സ്തുതിക്കുക. Hallelujah. Praise the Lord. സ്തുതിക്കുക. Oh, hallelujah. In the name of Jesus. Glory to God. Hallelujah. That authority is revealing today. Hallelujah. That authority is revealing today. Yes, the authority will be revealed today. Hallelujah. If you touch the next person to you, they will be set free. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടു നോക്കിക്കോ. നിങ്ങളുടെ സ്പർശന നിമിത്തം ആ വ്യക്തി ഇപ്പോൾ സ്വതന്ത്രനാകാൻ പോകുന്നു. Touch right now. The person next to you. തൊട്ടു നോക്കിയാട്ടെ. Touch the person next to you. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ തൊട്ടാട്ടെ. And the authority will be revealed to you. നിങ്ങളിലൂടെ അധികാരം പുറത്തേക്ക് ഒഴുകുകയാണ്. Hallelujah. Praise the Lord. I can see the spirit of fear is living today. Yes, right. Amen. Praise the Lord. Oh, miraculous things are happening right now. ഇപ്പോൾ തന്നെ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Oh, miraculous deliverance is happening right now. അത്ഭുതകരമായ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. How many of you receive it? എത്ര പേരെ സ്വീകരിക്കുന്നുണ്ട്? Oh, hallelujah. Oh, the power of Jesus Christ is moving. The Son of the Holy Spirit is moving. ഇതിനെ നടുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. You will go from here as a delivered man, as a delivered woman,
ഇന്നു മുതൽ നിങ്ങൾ വിടുതൽ പ്രാപിച്ച മകനും മകളുമാണ്. Oh, hallelujah. Just praise him. Hallelujah. Oh, the power of the name of Jesus. യേശുവിന്റെ നാമത്തിന്റെ മഹത്വം ഓർത്തവനെ സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. Hallelujah. സ്തുതിക്കാൻ തുടങ്ങിയാട്ടെ. Oh, glory to God. Just praise him. Praise him. Hallelujah. Use utter the name of Praise Jesus. him. Hallelujah. Claim the name of Jesus. Oh, Rabba Shandara. Oh, തുടങ്ങിയാട്ടെ. hallelujah. Praise the Lord. Healing is taking place right now. വിശ്വാസത്താൽ സൗഖ്യങ്ങൾ ഒരറ്റം മുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. Paralyzed people, paralyzed on your side right now, Jesus is touching you. ഒരു വശം തളർന്ന് ആംബുലൻസിലും പുറത്തെ ആംബുലൻസിലും ഇവിടെ ഒരു വശം ഒരു സൈഡ് തളർന്നു ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നവരെ, ദിസ് ഈസ് യുവർ ടൈം. ഇത് നിങ്ങളുടെ സമയമാണ്. എന്താ സംഭവിച്ചു? കുഞ്ഞുനാൾ മുതലേ നട്ടലിന് വടവും വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ നട്ടലുകൾ തൂർട്ടികളൊക്കെ വേദന. കരങ്ങളടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ആരാ വന്നിട്ടുള്ളേ? അമ്മ സ്റ്റേജിൽ കൊണ്ടിരിക്കുക, ഓടിക്കൊണ്ടിരിക്കുക അവരെ, ഓടിക്കൊണ്ടിരിക്കുക അമ്മേ. അമ്മ ഓടി സ്റ്റേജിലേക്ക് കൊണ്ടിരിക്കുക, ഓടി വരിക. നിങ്ങൾ അമ്മയാണോ? നിങ്ങൾ പ്രസവിച്ച മകനാണോ ഇത്? അതെ. ജന്മന ഇവന്റെ നട്ടല് വളഞ്ഞതാണോ? അതെ. ഇപ്പൊ നോക്കിയോ വ്യത്യാസം? അവൾ പ്രസവിച്ച മകനാണിത്. അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തോത്രം, മഹത്വം. കർത്താവേ അങ്ങേക്ക് മഹത്വം. യേശുവേ നന്ദി. യേശുവേ ആരും കൈവച്ചില്ല. തിരുശരീരത്തിന്റെ ശക്തിയെ ഒരു സാധാരണക്കാരൻ തിരിച്ചറിഞ്ഞു. മോനെ, നിനക്ക് എത്ര വയസ്സുണ്ട്? 33 വയസ്സായി. ഡിസംബർ 11 33 വയസ്സായി നിനക്ക്. ഡിസംബർ 11 33 വയസ്സാകും. 32ാമത്തെ വയസ്സിലാണ് നീ ഇപ്പൊ നടക്കുന്നേ. നീ വിവാഹം കഴിച്ചോ? വിവാഹം കഴിച്ചില്ലേ? ഈ മകന്റെ സാക്ഷി നിങ്ങൾ കേൾക്കണമേ. സ്വന്തമായിട്ട് ഒന്നുമില്ല, ഒരു ജോലിയില്ല, ജോലിക്ക് പോകാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ ഇതൊന്നും കണ്ടേ സഹോദരങ്ങളെ. എങ്ങനെയായിരുന്നു ആ നട്ടല് വളഞ്ഞിരുന്നത്? എവിടുന്നായിരുന്നു അത് വളഞ്ഞിരുന്നേ? ഇവിടെ 2 നിലയുടെ മോളിൽ നിന്ന് താഴെ വീണതായിരുന്നു ബ്രദറെ. 2 നിലയുടെ മോളിൽ നിന്ന് വീണ് ഇവിടെ ഇങ്ങനെ പൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ പുറത്തേക്കായിരുന്നോ തള്ളി നിന്നേ? എവിടെയായിരുന്നു? നട്ടലിന്റെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ വടഞ്ഞായിരുന്നു. ഇപ്പൊ ഇല്ലത്. ഇല്ല. കുനിയടാ മോനെ, നിവരടാ മോനെ, കുനിയടാ മോനെ. മക്കളെ, നീ എവിടുന്നാ വരുന്നത്? നിന്നെ കണ്ടിട്ടില്ലല്ലോ. എവിടുന്നാ വരുന്നേ? 2 പ്രാവശ്യം വിളിച്ചത് ഞാനായിരുന്നു. ഞാൻ ചെങ്ങന്നൂർ ഒരു പാണ്ടനായിരുന്നു. ഞാൻ ഇന്നലെ വൈകിട്ടും വിളിച്ചായിരുന്നു. ഓഫീസ് നമ്പറിലാ വിളിച്ചേ അല്ലേ? 389. ആ, അത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അത് അറ്റൻഡ് ചെയ്യുന്നേ. ഞാനാ വിളിച്ചത്. ഓ, കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ജോസ് ബ്രദർ, എന്താ അവിടെ സംഭവിക്കുന്നേ? ഹാർട്ട് ബ്ലോക്ക് ആയിട്ട് ഓപ്പറേഷൻ വെച്ചിരുന്ന ഓ, കരങ്ങളെ അടിച്ചോണ്ട് യേശുനാഥ, എന്നെ മോനെ സംഭവിച്ചേ. മക്കളെ, പോയി അനേകരെ സാക്ഷ്യപ്പെടുത്തടാ, അനേകരെ പോയി സാക്ഷ്യപ്പെടുത്ത്. അവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് കണ്ടട്ടെ. നട്ടല് സ്വീകരിക്കാൻ തുടങ്ങിയേ. Hallelujah. Receive it, receive it, receive it. Tumor is disappearing right now. ട്യൂമറുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. Hallelujah. Someone here with a tumor is receiving healing. Hallelujah. ട്യൂമർ. Hallelujah. ശ്രദ്ധിച്ചു കേക്ക. പരിശുദ്ധാത്മാവ് അത് പറയുന്നു. ശ്രദ്ധിച്ചു കേക്ക. തലയ്ക്കകത്തും മറ്റുമായി ട്യൂമറുകൾ വളർന്നിരിക്കുന്നവർ ഇവിടെ ഉണ്ട്. അവരുടെ തലയ്ക്കകത്തുന്ന ട്യൂമറുകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നു.
Hallelujah, 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 ട്യൂമർ hallelujah. നിമിത്തമുള്ള മൈഗ്രെയിനുകൾ അപ്രത്യക്ഷമാകും. ട്യൂമർ നിമിത്തമുള്ള തലവേദനകൾ Yes, അപ്രത്യക്ഷമാകും. yes, 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 yes. തലയ്ക്കകത്ത് ഗ്രോത്ത് ഉണ്ടായിട്ട് വിട്ടുമാറാത്ത തലവേദനയുടെ പിടിയിലായിരിക്കുന്ന മക്കൾ സൗഖ്യമാകുന്നു. Hallelujah, hallelujah, hallelujah. In the Just name receive of it. Jesus. ആരാണ് അങ്ങനെയുള്ള വ്യക്തികൾ? ആരാണ് ഇവിടെ വന്നിരിക്കുന്നത്? തലയ്ക്കകത്ത് ഗ്രോത്ത് ഉണ്ടായിട്ട്, തലയ്ക്കകത്ത് വളർച്ച ഉണ്ടായിട്ട് വിട്ടുമാറാത്ത തലവേദനയും തലയ്ക്ക് വലിയ വെയിറ്റും അനുഭവപ്പെടുന്ന വ്യക്തികൾ ആരാണ്? അങ്ങനെയുള്ള ഒരു കരങ്ങളെ ഒന്ന് ഉയർത്തിക്കാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ആദ്യമേ പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. Oh, Jesus. Anybody here? ആരെങ്കിലും? യെസ്. എഴുന്നേറ്റ് വരിക മകളെ, എഴുന്നേറ്റ് വരിക. Jesus is going to touch you. Pastor, the power of God is going to manifest. Oh, hallelujah. Praise the Lord. 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 ഓടി വരിക സ്റ്റേജിലേക്ക്. Oh, Rabashatakara Shandala. Jesus. Oh, hallelujah. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ട്യൂമർ വിട്ടുപോ. യേശുവിന്റെ നാമത്തിൽ. Hallelujah. Oh, Rabba She is receiving the power of God. Oh, hallelujah. Receive it right now. In She's the receiving. name of Jesus. Tumor. വിട്ടുപോ യേശുവിന്റെ നാമത്തിൽ. വിട്ടുപോ അന്ധകാര ശക്തികൾ. വിട്ടുപോ. Receive it. Receive it in the name of Jesus. പിടിച്ചോ. Oh, hallelujah. The power of God is spreading. Sister, come here. Come here. Hallelujah. Hallelujah. here. Praise the Lord. Praise the Lord. Praise the ചില Lord. തലയ്ക്കകത്ത് വളർച്ചയുണ്ടോ? Hallelujah. Thank you, Lord. ഉണ്ട്. എത്ര വർഷമായി? ഒരു 7-8 വർഷമായി. 8 വർഷമായി പാസ്റ്റർ. Oh, 8 വർഷമായ ട്യൂമർ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇതാ വലിയ അഗ്നി കുണ്ഡം The fire of God is moving over you, brother. അഗ്നി കുണ്ഡം പോലെ തീയുടെ വലിയ ശരീരത്തിന്മേൽ കടന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. globe of fire is moving യേശുവിന്റെ over you. നാമത്തിൽ. Jesus. Oh, Rabashatakara. My Jesus is touching you. ടെക്സസിൽ ഇവരുടെ കൂട്ടായ്മയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. അവിടെ കൂടുന്ന ഓരോ മക്കളും അത്ഭുത സാക്ഷ്യത്തിന്റെ ഉടമയാണ്. ബ്ലഡ് ക്യാൻസറുകള്, ട്യൂമറുകള്, പ്രത്യേകിച്ച് ആ സ്ഥിതിയിലുള്ളതുകള്, അതിന് മേലുള്ള പ്രത്യേക അധികാരം ദൈവം ഈ വൃത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് രോഗികളായിട്ടിരിക്കുന്ന മക്കൾ ഇവിടെ ഓരോ രോഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വെളിപ്പാട് ദൈവം കൊടുക്കുമ്പോൾ തയ്യാറായിക്കൊള്ളുക. നിങ്ങളുടെ ശരീരം സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തലയ്ക്കകത്തുള്ള ഗ്രോത്തുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അവളുടെ മേൽ ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. ടച്ച് ടച്ച്. Oh, the power of God is Hallelujah. Praise the Lord. ഇവിടെ സൈഡിൽ വേദനയായി കുറെ നാളുകളായി കഷ്ടപ്പെടുന്ന ആരെയും ഞാൻ കാണുന്നുണ്ട്. On the side. Hallelujah. On the Is it side. the left side or the right The side? left side. ഇടത്തെ വശത്ത്, കക്ഷത്തിന് താഴെ ഇടത്തെ വശത്ത് ഈ സ്പോട്ടില് അതികഠിനമായ വേദനയാൽ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ ഡയറക്ഷൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവര് പെട്ടെന്ന് എഴുന്നേറ്റ് വരിക. അങ്ങനെയുള്ളവര് മടിക്കണ്ട, ഓടിവാ. ഓ ജീസസ്. One by one. ഒന്ന് റെക്ടിഫൈ ചെയ്ത് കേട്ടു. ജീസസ്. അത് നട്ടലിലല്ല കേട്ടോ, നട്ടലുകാല് വരരുത്. ഈ സ്പോട്ടിലാണ്. എക്സാക്ട്ലി ദിസ് സ്പോട്ട്, റൈറ്റ്? ഓക്കെ. ഈ സൈഡിലും മുഴകളുള്ളവരെ വിളിക്കുന്നു. ഇവിടെ മുഴകളുള്ളവരെ വിളിക്കുന്നു. ആ സിസ്റ്റർക്കാണ് മുഴയുള്ളേ. ഓടി വരിക. Oh, the power of God. One by one. Oh, she's receiving. This person. He's receiving, Pastor.
Yes, it's living. Pastor, this one is living. അച്ഛാ, അത് എങ്ങനെയായിരുന്നു ഒന്ന് ചോദിക്കട്ടെ. എങ്ങനെയായിരുന്നു അത്? ഇവിടെ ഈ സൈഡ് വേദന ഉണ്ടായിരുന്നു വർഷങ്ങളായി. എത്ര വർഷമായി? ഒരുപാട് വർഷങ്ങളായി. ഫുൾ ടൈം ഇങ്ങനെ വേദനയാ ആണോ? ഇപ്പൊ നോക്കി അതുണ്ടോന്ന്? ഇവിടെ വേദനയില്ല. കരമടിച്ചോ യേശുവിന്. Give glory. Healed completely. He's testifying that he is healed. Hallelujah. Oh, power of God is touching. Sister, come. Thank you, Jesus. You deserve the glory. You deserve the glory and the honor. Lord, we lift your hands in worship as we lift your holy. മുഴയുള്ള വ്യക്തികൾ വന്നാട്ടെ. മുഴക്കാരെ കയറ്റി വിട്ടാട്ടെ. തയ്യാറായിക്കോ ദൈവമക്കളെ. Power of God is spreading. For you are great. You do miracles so great. There is no one else like you. There is no one else like you. For you are great. You do miracles so great. There is no one else like you. There is no one else like you. ഓ, ഈ സിസ്റ്ററുടെ സാക്ഷ്യം ഒന്ന് കേൾക്കണേ നിങ്ങൾ. ഈ സിസ്റ്ററുടെ സാക്ഷ്യം നിങ്ങളൊന്ന് കേൾക്കണമേ. ഞാൻ വിചാരിച്ചു ഇവള് പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഇവള് സാക്ഷ്യം പറയാൻ വന്നതാ. ഇവിടുത്തെ പ്രശ്നം പറഞ്ഞ സമയത്ത് ഇവൾക്ക് ഈ റൈറ്റ് സൈഡിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അത് കാണാതെ പോയി. ശരിക്കും നോക്കിയോ? ഇപ്പൊ ശരിക്കും നോക്കിയോ? ഇല്ല, അതവിടെ ഇല്ല. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്തു. So God is moving. കർത്താവിന്റെ ഈ മകനെ നോക്ക് പാസ്റ്റർ. ഈ മനുഷ്യന് ഈ വേദന നിമിത്തം വട്ടം കെട്ടിയിരിക്കുക. കാണിച്ചു വിട്ടു. See this. അദ്ദേഹത്തിന് ഈ സൈഡ് വേദന നിമിത്തം സഹിക്ക വയ്യാതെ വട്ടം കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഉണ്ടാ വേദന? വേദനയില്ല. അഴിക്കൂട്ടാ, ആഴിക്കമോനെ കേട്ടടിച്ച് സ്വതന്ത്രം. ഇടിക്ക് ഇടിക്ക്, അവിടെ ഇടിക്ക് ഇടിക്ക് ഇടിക്കടാ പോലെ. എന്നതേലും പ്രയാസം ഉണ്ടോ അവിടെ? ഇല്ല 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 ഇല്ല. ആരാ സൗഖ്യമാക്കി? യേശു. ഹീലിംഗ് പവർ ഈസ് മൂവിംഗ്. സൗഖ്യത്തിന്റെ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സിസ്റ്ററുടെ സാക്ഷ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവർക്ക് അവിടെ മുഴയുണ്ടായിട്ട് അവരവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. ഗാഡ് ഈസ് മൂവിങ്. കർത്താവിന്റെ വലിയ ചലനം. ഓ, ഇങ്ങനെയാ ഈ ചങ്ങനാശ്ശേരിക്ക് കരമടിക്കാൻ അറിയത്തില്ല. അച്ഛന്മാർ അന്യച്ചാനൊക്കെ ഇരിക്കുക. ദേ ഇരിക്കുന്നു വേറെ കരമടിച്ചോ യേശുവിന്റെ മഹത്വം. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങെ പോലെ ആരുമില്ല. അങ്ങെ പോലെ ആരുമില്ല. You are great. You do miracles so great. There is no one else like you. There is no one else like you. You are great. പരിശുദ്ധ ആത്മാവ് പറയുന്നു, ശരീരത്തിന്റെ ഒരു വശത്തിന് സ്ട്രോക്ക് വന്നിട്ട് പാരലൈസ്ഡ് ആയി പോയ തളർന്നു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശു പറയുന്നു. ഒരു വശം തളർന്നു പോയിട്ട് തളർന്ന സ്ഥിതിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു പറയുന്നു. ആരൊക്കെയാണ് ആ വ്യക്തികൾ? നിങ്ങളുടെ അടുക്ക് അങ്ങനെ ഒരു പേഷ്യന്റ് ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്കാമോ? ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ട് പോയവര്. പാരലൈസ്ഡ് വൺ സൈഡ്. ഏത് സൈഡാ? പാസ്റ്റർ അങ്ങോട്ട് പാസ്റ്റർ വരും.
Receive your miracle now. ഇപ്പോൾ തന്നെ അത്ഭുതത്തെ സ്വീകരിച്ചാട്ടെ. ആന്റി ഇങ്ങോട്ട് പോരെ. Receive your miracle right now. ഇപ്പൊ മകൾ എഴുന്നേറ്റ് നടക്കും. ടെക്സസില് ഇവരുടെ ചേർച്ചില് സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ ഭയങ്കര. യെസ് യെസ് യെസ്. അച്ഛാ ഇങ്ങനെ എഴുന്നേപ്പിച്ചോ. യേശുവിന്റെ നാമത്തിൽ അവിടെ സൗഖ്യമായി കഴിഞ്ഞു. പൊങ്ങടെ. ഓ കരം അടിച്ച് യേശുവിന്റെ. ഇറങ്ങി വാ, ഇറങ്ങി വാ ചേച്ചി, ഇറങ്ങി വാ. മോളെ നടത്തിക്കേ, നടത്തടി ഭാര്യ, നടത്ത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വാ. Come on. Come on. Come on. കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ. തളർന്ന കൈ പൊങ്ങട്ടെ, പൊങ്ങട്ടെ, പൊങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉയർത്തുക, ഉയർത്തുക, ഉയർത്തുക. തളർന്നിവിടെ വന്നിരിക്കുന്ന അത്രയും പേരും സൗഖ്യമാകാൻ തയ്യാറായിക്കോ. തോമസ് ബ്രദറെ അവളുടെ മേൽ കൈവച്ചു. ഞാനിപ്പോൾ സൗഖ്യം പ്രാപിച്ചു നിൻ വചനം. You are the Lord that healeth. I am the Lord that healeth thee. I am the Lord that healeth. Va 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 va. I send my words തോമാച്ചായോ യേശുവിന്റെ നാമത്തിൽ പോരാൻ പറ. ഈ വിളി, ഈ വിളി. കണ്ട് 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 കരം അടിച്ചെന്ന് യേശുവിനെ ഗ്ലോറിഫൈ ചെയ്തേ, യേശുവിനെ ഗ്ലോറിഫൈ ചെയ്തേ. ആ നാമത്തിൽ ഒന്ന് കരം അടിച്ച് മഹത്വപ്പെടുത്തുകയെ. അമ്മയുടെ ആ പേടിയല്ല ഇറക്കി വിട്ടിട്ട് ഇങ്ങോട്ട് കയറ്റി വിട്. പോരട്ടെ, പോരട്ടെ. പിടിച്ചു പിടിച്ചൊക്കെ നടത്തിക്കേ. മോനെ, മോനങ്ങ് മാറിക്കോ, മോനങ്ങ് മാറിക്കടാ, മോനങ്ങ് മാറിക്കോ. അമ്മ യേശു തൊട്ടിരിക്കുക. അമ്മ മിടുക്കിയാണെങ്കിൽ പോരെ. യേശു യേശു കരമടിച്ചത് യേശുവിന്. കണ്ണിന് പ്രശ്നമായിട്ട് ഭാരപ്പെടുന്നവർ, കാഴ്ചയുടെ പ്രശ്നമായിട്ട് ഭാരപ്പെടുന്നവർ. Yes, there is that person. There is that person. Bring her. Bring her to the stage. Oh, the power of God is manifest. Oh, the power of God. Oh, the power of God. അമ്മയെ നടത്തിക്കോ, അമ്മയെ നടത്തിക്കോ. തോമസ് ബ്രദറെ അമ്മയെ നടത്തിക്കോ. ആ സൈഡിലുള്ളവരൊന്ന് ഇടം, ടീച്ചറൊക്കെ ഒന്ന് ഇടം കൊടുത്തേ, നടക്കട്ടെ. യേശു വലിയവൻ. പഠിക്ക, യേശു വലിയവനെന്ന്, അത്ഭുതങ്ങൾ ചെയ്യുന്നവനെന്ന്. നമ്മെ പോലെ ആരുമില്ലേ, അങ്ങേ പോലെ